ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലേക്ക് തിരിച്ചു. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. രാജ്യത്തെ ദേശീയപാത ശൃംഖല വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാത 66-ൽ മുക്കൂല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരി പാതയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീശക്തിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ പുരോഗതി കൈവരിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച കേസിൽ SBIക്ക് സുപ്രീംകോടതിയുടെ വിമർശനം. വിവരങ്ങൾ ഉടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും കോടതി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലേക്ക് തിരിച്ചു. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ പരിശീലന സ്ക്വാഡ്രണിലെ കപ്പലുകളായ INS ടിർ, CGS സാരഥി എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ നാവികസേനയുടെ ഒരു സംഘവും ആഘോഷത്തിൽ പങ്കുചേരും. മൌറീഷ്യസ് പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് രൂപനുമായും പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നൌദുമായും രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെത്തി. ഗുരുഗ്രാമിൽ രാജ്യമെമ്പാടുമുള്ള 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. 1 ലക്ഷം കോടിയോളം രൂപയുടെ പദ്ധതികളാണിത്. രാജ്യത്തെ ദേശീയപാത ശൃംഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പദ്ധതിയാണിത്. ഒപ്പം സാമൂഹ്യ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കും. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരി പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് ഉദ്ഘാടന പരിപാടി. 2796 കോടി രൂപയുടെ പദ്ധതികൾക്ക് 35 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ എത്തുന്ന 18.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് റോഡാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 1543 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ റോഡിന് 45 മീറ്റർ വീതിയുണ്ട്. 4 വലിയ പാലങ്ങളും 21 അടിപ്പാതകളും ഒരു റെയിൽവേ മേൽപ്പാലവും ഉൾപ്പെടെയുള്ളതാണ് റോഡ്. അതുപോലെ തലശ്ശേരി, മാഹി നഗരങ്ങളെ സ്പർശിക്കാതെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമെന്നതും ഈ റോഡിന്റെ പ്രത്യേകതയാണ്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ജാർഖണ്ഡിലെ നിരവധി റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചടങ്ങിൽ പങ്കെടുക്കും. സ്ത്രീശക്തിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ പുരോഗതി കൈവരിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന നമോ ഡ്രോൺ ദീദീസിന്റെ സശക്ത് നാരി വികസിത് ഭാരത് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. कोई भी समाज हो, वो नारी शक्ति की गरिमा बढ़ाते हुए उनके लिए नए अवसर बनाते हुए ही आगे बढ़ सकता है. हमारी माताओं बहनों को थोड़ा अगर अवसर मिल जाए, थोड़ा उनको सहारा मिल जाए, तो फिर उनको सहारे की जरूरत नहीं रहती है, वे खुद लोगों का सहारा बन जाती है. ഇതോടൊപ്പം സംഘടിപ്പിച്ച കാർഷിക ഡ്രോൺ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. ഗ്രാമീണ കാർഷിക മേഖലയിലെ വനിതകൾക്ക് പ്രധാനമന്ത്രി 1000 ഡ്രോണുകൾ കൈമാറി. ഗ്രാമീണ വനിതകളിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാങ്ക് ബന്ധിത ക്യാമ്പുകൾ വഴി സബ്സിഡി നിരക്കിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് 8000 കോടി രൂപയുടെ ബാങ്ക് വായ്പയും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും രാജസ്ഥാനും സന്ദർശിക്കും. അഹമ്മദാബാദിൽ 85,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഹോമിയോപ്പതിക് കോളേജ് ജമ്മു കാശ്മീരിലെ കത്തുവ ജില്ലയിലെ ജസ്രോത മേഖലയിൽ സ്ഥാപിക്കും. 80 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കേന്ദ്രാവിഷ്കൃത കോളേജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഇന്ത്യയുടെ കൽക്കരി മേഖല രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ഗണ്യമായ തൊഴിൽ വളർച്ച കൈവരിക്കുന്നതിലും നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രാലയം. ഈ മാസം 6-ന് രാജ്യത്തെ കൽക്കരി ഉൽപാദനം 900 ദശലക്ഷം ടണ്ണിലെത്തി. ഉൽപാദനത്തിലെ വർധനവ് അവശ്യ അടിസ്ഥാന സൌകര്യ വികസനത്തിന് മാത്രമല്ല ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമെന്ന് മന്ത്രാലയം പറഞ്ഞു.
96ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ നടക്കുന്നു. ബയോഗ്രഫിക്കൽ ത്രില്ലറായ ഓപ്പൺഹൈമറിലെ കഥാപാത്രത്തിന് കിലിയൻ മർഫി മികച്ച നടനും ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകനുമായി. മികച്ച ചിത്രത്തിനുൾപ്പെടെ 7 പുരസ്കാരങ്ങൾ ഓപ്പൺഹൈമർ നേടി. ചിത്രത്തിലെ അഭിനയത്തിന് ഡൌണി ജൂനിയറിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു. മികച്ച ഫിലിം എഡിറ്റിംഗ്, ഛായാഗ്രഹണം, ഒറിജിനൽ സ്കോർ എന്നിവയ്ക്കുള്ള അവാർഡും ഓപ്പൺഹൈമറിനാണ്. യോർഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത പുവർ തിങ്സിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് സുപ്രീംകോടതിയുടെ വിമർശനം. വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ തള്ളിയ സുപ്രീംകോടതി വിവരങ്ങൾ നാളെ കൈമാറണമെന്ന് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 15-ന് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ സുപ്രീംകോടതി വിധി പറഞ്ഞിട്ട് 26 ദിവസം കഴിഞ്ഞിട്ടും വിവരങ്ങൾ കൈമാറാത്തതിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു. ബോർഡുകളുടെ വിവരങ്ങൾ നൽകാൻ ജൂൺ 30 വരെ സമയം തേടി SBI നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. മംഗളൂരു വരെ നീട്ടിയ വന്ദേഭാരത് ട്രെയിനിന്റെ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നാളെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർഗോഡേക്ക് സർവീസ് നടത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ആണ് മംഗളൂരു വരെ നീട്ടുന്നത്. വൈകിട്ട് 4:05-ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 12:40-ന് മംഗളൂരിൽ എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ന് സമാപനമാകും. വൈകുന്നേരം പാളയം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് സമാപന ചടങ്ങ്. 5 ദിവസം നീണ്ട കലാമാമാങ്കത്തിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങുന്നത്. 250 കോളേജുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മാറ്റുരച്ചത്. വർക്കല പാപനാശം ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് കൈവരി തകർന്നുണ്ടായ അപകടത്തെ തുടർന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചതിന് നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമാസകൊട നാളെ. മറുകൊട 19-ാം തീയതി നടക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. ന്യൂഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 1 റണ്ണിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് ഗോവയെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റലിയിലെ ബുസ്റ്റർ സിസിയോയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് യോഗ്യതാ ടൂർണമെന്റിൽ പുരുഷന്മാരുടെ 71 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ നിഷാന്ത് ദേവ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ഗ്രീസിന്റെ ക്രിസ്റ്റോസ് കരൈറ്റസിനെയാണ് നിഷാന്ത് പരാജയപ്പെടുത്തിയത്. സൌദി അറേബ്യയിൽ മാസപ്പിറ കണ്ടതിനെ തുടർന്ന് റംദാൻ വ്രതം ഇന്നു മുതൽ ആരംഭിച്ചു. ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലും ഇന്നു മുതലാണ് റംദാൻ വ്രതം ആരംഭിച്ചത്. കേരളത്തിൽ ഇന്ന് മാസപ്പിറ കണ്ടാൽ നാളെ മുതൽ വ്രതം ആരംഭിക്കും. പോർച്ചുഗലിൽ മധ്യവലത് ജനാധിപത്യ സഖ്യം പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി 77 സീറ്റ് നേടിയപ്പോൾ ജനാധിപത്യ സഖ്യവും ഇൻസുലാർ മഡേറ മേഖലയിലെ യാഥാസ്ഥിക സഖ്യകക്ഷികളും മൊത്തം 79 സീറ്റുകൾ നേടി. ഹെയ്തിയിൽ നിന്ന് അധിക എംബസി ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US എംബസി കോമ്പൌണ്ടുകൾക്ക് സമീപവും വിമാനത്താവളത്തിന് സമീപവും പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും ഗുണ്ടാ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തെ തുടർന്നാണിത്. ഹെയ്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആക്രമണം. ഹെയ്തിയിൽ 3 ദിവസത്തെ അടിയന്തരാവസ്ഥ 1 മാസത്തേക്ക് കൂടി നീട്ടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ തുടക്കം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 403 പോയിന്റ് നഷ്ടത്തിൽ 73,715-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 108 പോയിന്റ് താഴ്ന്ന് 22,384-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലേക്ക് തിരിച്ചു. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. രാജ്യത്തെ ദേശീയപാത ശൃംഖല വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാത 66-ൽ മുക്കൂലു മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരി പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരി പാതയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീശക്തിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ പുരോഗതി കൈവരിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് ബോർഡ് സംബന്ധിച്ച കേസിൽ SBIക്ക്
സുപ്രീം കോടതിയുടെ വിമർശനം. വിവരങ്ങൾ ഉടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും കോടതി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.